ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് ചെറിയൊരു പ്രോത്സാഹനം തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ദേവീസ് പ്ലാനറ്റ് എന്ന എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ സമയം വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് തുവരപ്പരിപ്പാണ്. നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുന്നില്ലേ, ആ പരിപ്പ്. ഇത് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു കുക്കറിലേക്ക് നമുക്ക് ഈ പരിപ്പിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാനൊരു 2 തക്കാളി കട്ട് ചെയ്തതുകൂടെ എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടി 3-4 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ഇത് കുക്കാവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പരിപ്പിന് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അറിയാം എത്ര വെള്ളം വേണ്ടി വരുമെന്ന്. അതനുസരിച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഞാനിവിടെ 3 വിസിലെടുത്തപ്പോൾ തന്നെ എൻ്റെ പരിപ്പൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കുക്കർ മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഓയിൽ ചൂടായതിന് ശേഷം കുറച്ച് കടുകിട്ട് കൊടുക്കാം. കൂടെ തന്നെ 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പായതുകൊണ്ട് ഗ്യാസാണ്, അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും 4-5 ഉണക്കമുളക് പിച്ചിയതുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ആ പച്ചമണമൊക്കെ മാറി ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ചേർത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. കൂടെ തന്നെ അല്പം കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്നല്ലേ നമ്മൾ തയ്യാറാക്കിയെടുത്തത്. പരിപ്പ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പരിപ്പ് നല്ലോണം ഒന്ന് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിച്ച് ഇതിൻ്റെ കട്ടി എത്രയാണോ ആവശ്യം അതനുസരിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കേണ്ടി വരും. പെട്ടെന്ന് ഇരുന്ന് കുറുകുന്ന ഒരു കറിയാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. നെയ്യ് പരിപ്പാകുമ്പോൾ എപ്പോഴും ഒരല്പം നെയ്യ് നല്ലതാണ്. അപ്പോൾ 1/4 സ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക മണവും ടേസ്റ്റും കിട്ടാൻ നമ്മുടെ പരിപ്പ് കറിക്ക് നെയ്യ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഈ കറി തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറിയെല്ലാം നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുളക് പൊടി കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റിയായ ഒരു പരിപ്പ് കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വെച്ച് ഓളെന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. വളരെ ടേസ്റ്റിയായ ഈ കറി ഇത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.